നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം. മാർച്ച് മാസം 18, 19, 20, 21 തീയതികളിൽ ഈ പറയുന്ന നക്ഷത്ര ജാതകർക്ക് അവരുടെ ജീവിതത്തിൽ ഒരു സന്തോഷ വാർത്ത കേൾക്കുവാനുള്ള യോഗം വന്നു ചേരും. മാർച്ച് 18 ശേഷം ഇവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പറയുന്നത്, ഈ നക്ഷത്ര ജാതകർക്ക് ഒരു വലിയ ഭാഗ്യം, വലിയൊരു നേട്ടം ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുമെന്ന്. പലരും എന്നോട് ചോദിക്കാറുണ്ട്, ജീവിതത്തിൽ എനിക്കെന്തേ ഒരു ഉയർച്ച വന്നു ചേരാത്തത്, ഒരു മേൽഗതി ഉണ്ടാകാത്തതെന്ത്? പലവട്ടം നേർച്ചകൾ, വഴിപാടുകൾ ഒക്കെ ചെയ്തിട്ടും എനിക്കൊരു മാറ്റം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. ആശ്രയിക്കുന്നവനെ രക്ഷിക്കുന്ന ഒട്ടനവധി ദേവീ ചൈതന്യങ്ങളുണ്ട്. ഇവരുടെ ഇഷ്ടദൈവത്തെ പ്രാർത്ഥന നടത്തി വഴിപാടുകൾ അർപ്പിക്കുക. ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനു പിറകെ മറ്റൊന്നായി ഈ നക്ഷത്ര ജാതകരെ ഈ 5 ദിവസത്തിനുള്ളിൽ തേടി വരും. പ്രത്യേകിച്ച് 18, 19, 20, 21, 22 തീയതികളിൽ ഏറ്റവും അധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഇവർ എത്തിച്ചേരും. ആ നക്ഷത്ര ജാതകരെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാൻ പോകുന്നത്. ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം. ഈ ഒരു 5 ദിവസം ഇവരെ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യമേറിയ ദിനങ്ങൾ തന്നെയാണ്. ഈ ഒരു സമയത്തായിരിക്കും ഇവർക്ക് അത്ഭുതങ്ങൾ സംഭവിക്കുക. ഇവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു ചേരുക. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ കഴിയുക. അങ്ങനെ ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന, ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ കഴിയുന്ന ആ നക്ഷത്ര ജാതകരെ നിങ്ങളും മുറുകെ പിടിച്ചുകൊള്ളുക. നിങ്ങളുടെ വീട്ടിൽ ഈ നക്ഷത്ര ജാതകരുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും. അവരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. കുടുംബ ഐശ്വര്യത്തിനും ആയുരാരോഗ്യ സൗഖ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ജീവിത വിജയത്തിനും മംഗല്യ സൗഭാഗ്യത്തിനും ഇഷ്ട സന്താന ലബ്ധിക്കും പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഭാഗ്യാനുഭവങ്ങൾ ഒത്തിരി വന്നു ചേരുന്ന, ജീവിതത്തിൽ വിജയങ്ങൾ മാത്രം നേടിയെടുക്കാൻ കഴിയുന്ന ഈ 3 ദിനങ്ങൾ ഏറ്റവും അധികം നേട്ടത്തിലേക്ക് പോകുന്ന ആ നക്ഷത്ര ജാതകർ അവർ മറ്റാരുമല്ല, അശ്വതിയും ഭരണിയും കാർത്തികയുമാണ്. ഈ 3 നക്ഷത്ര ജാതകർക്ക് ശനി മാറുന്നതും ഇവർക്ക് ഏറ്റവും അധികം ഗുണം ചെയ്യും. ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ, ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും. അതുകൊണ്ട് തന്നെ ഇവരുടെ ബിസിനസ് വർദ്ധിക്കും. ഏതെങ്കിലുമൊക്കെ ജോലിക്കൊക്കെ ശ്രമിക്കുകയാണെങ്കിൽ ജോലിയൊക്കെ കിട്ടുന്ന സമയം. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും. ഇവിടെ ഇവർക്ക് ഏറ്റവും അനുകൂലമായ ഒരു സമയത്തിലേക്ക് കടക്കുന്നു. അതിൻ്റെ ഒരു ആരംഭ സമയമായതിനാൽ ഈ ഒരു 5 ദിവസത്തിനുള്ളിൽ ഇവരുടെ ജീവിതത്തിൽ ചില നല്ല കാര്യങ്ങൾ നടന്നു കിട്ടും. ശിവക്ഷേത്ര ദർശനം നടത്തുക, അവിടെ തങ്ങളാൽ കഴിയുന്ന വഴിപാടുകളൊക്കെ അർപ്പിക്കുക. ഭാഗ്യം ഏറെയാണ്, നേട്ടത്തിലേക്കാണ് പോകുന്നത്. ഒത്തിരി സൗഭാഗ്യങ്ങൾ, ഒത്തിരി നേട്ടങ്ങൾ ഇവരെ തേടി വരും. ഇവർ തേടി പോകേണ്ട കാര്യമില്ല, ഇവരെ തേടി വരും ഭാഗ്യാനുഭവങ്ങൾ. അത്രയധികം നല്ല സമയത്തിലേക്കാണ് ഈ നക്ഷത്ര ജാതകർ എത്തുന്നത്. അതുപോലെ ശിവൻ പകുതിയും പാർവതീദേവി പകുതിയുമായുള്ള രൂപത്തെ അർദ്ധനാരീശ്വരനായി സങ്കല്പിച്ച് പ്രാർത്ഥന നടത്തുക. അർദ്ധനാരീശ്വര സങ്കല്പത്തിലൂടെ ആണും പെണ്ണും ലോകത്ത് തുല്യരാണ് എന്ന് സ്ഥാപിക്കുന്നു. ശിവനും ശക്തിയും ഒന്നാണെന്നും ഒന്നുമില്ലാതെ മറ്റൊന്നില്ലെന്നും അറിയുക. ഏതായാലും ഭാഗ്യാനുഭവത്തിൻ്റെ ഒരു വലിയ നേട്ടമായിരിക്കും ഇനി ഇവർക്ക് വന്നു ചേരുക. ഇവരുടെ ജീവിതം മാറും. ആശിച്ചതൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ ഈ അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും കഴിയുന്ന സമയമാണ്. ഇത് എഴുതി വെക്കേണ്ട കാര്യമാണ്. സന്താനഭാഗ്യം വന്നു ചേരും. ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ബിസിനസ്സിലൊക്കെ വലിയ വിജയം വന്നു ചേരും. ആഗ്രഹിച്ചതൊന്നും നേടിയെടുക്കാൻ ഇവർക്ക് കഴിയും. അങ്ങനെ ഭാഗ്യാനുഭവത്തിൻ്റെ സമയത്തിലേക്ക് ഈ നക്ഷത്ര ജാതകരെത്തും. അടുത്തത് കന്നിക്കൂറിലെ ഉത്രം, അത്തം, ചിത്തിര. ഇവർക്കും ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി എത്തിക്കൊണ്ടേയിരിക്കും. ഈ നക്ഷത്ര ജാതകർ ദിവസവും രാവിലെയും സന്ധ്യയ്ക്കും നിലവിളക്ക് കൊളുത്തണം. നിലവിളക്ക് 2 തിരിയാണെങ്കിൽ പ്രഭാതത്തിൽ കിഴക്കോട്ട് തിരിയും, വൈകിട്ട് പടിഞ്ഞാറോട്ടുള്ള തിരിയും ആദ്യം കത്തിക്കണം. നെയ്യിൽ നിലവിളക്ക് കത്തിച്ചാൽ മഹാലക്ഷ്മി സാന്നിധ്യമുണ്ടാകുമെന്നാണ്. ശിവനെ ദിവസവും ഭജിക്കുന്നതും സർവൈശ്വര്യമാണ്. കന്നിക്കൂറിലെ ഉത്രത്തിനും അത്തത്തിനും ചിത്തിരയ്ക്കും എല്ലാ രീതിയിലും നേട്ടങ്ങൾ വന്നു ചേരും. ആശിച്ചതൊക്കെ നേടിയെടുക്കാൻ കഴിയും.
ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ച ജീവിതത്തിൽ ഒരുപാട് ഭാരങ്ങൾ പേറി ജീവിക്കുന്ന ഇവർക്ക് ഇനി എല്ലാം കൊണ്ടും ഐശ്വര്യം തന്നെയായിരിക്കും. സർവശക്തനായ ഈശ്വരൻ്റെ അനുഗ്രഹം എല്ലാ രീതിയിലും ഇവർക്ക് വന്നു ചേരും. ഇവർ ആശിച്ചതും കൊതിച്ചതും ഒക്കെ ഇവർ നേടിയെടുക്കും. ഉത്തരവും അത്തവും ചിത്തിരയും ഭാഗ്യം അത്രയ്ക്കുണ്ട് ഇവർക്ക്. നിങ്ങൾ കരുതുന്നതിനും അപ്പുറമുള്ള ഒരു ഭാഗ്യമായിരിക്കും നിങ്ങൾക്ക് വന്നു ചേരുക. സർവൈശ്വര്യം വന്നു ചേരും. നിറയെ എള്ളെണ്ണ ഒഴിച്ചോ നെയ്യൊഴിച്ചോ 2 or 5 തിരിയിട്ട് നിലവിളക്ക് കത്തിക്കുക. അഗ്നിനാളങ്ങൾ മുകളിലേക്ക് ജ്വലിക്കുന്നത് ഉയർച്ചയെ സൂചിപ്പിക്കും. അങ്ങനെ മുകളിലേക്ക് ഉയരണം ഇവർ വിളക്ക് കത്തിക്കുമ്പോൾ. അതിവരെ സൗഭാഗ്യത്തിലേക്ക് നയിക്കും. ആഗ്രഹങ്ങളൊക്കെ സഫലമാകും. തൊട്ടതൊക്കെ പൊന്നാക്കാൻ ഇവർക്ക് കഴിയും. അടുത്തത് മകരക്കൂറിലെ ഉത്രാടം, തിരുവോണ, അവിട്ടം. മംഗല്യഭാഗ്യവും സത്സന്താന ഭാഗ്യവും ഇവർക്കുണ്ടാകും. ഇവർക്ക് ഈശ്വരാനുഗ്രഹം ഏറെയാണ്. സത്സന്താന ഭാഗ്യം സിദ്ധിക്കും. ഏത് ഈശ്വര രൂപത്തെയാണോ സങ്കല്പിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ സുരക്ഷിതത്വ ബോധവും ശുഭാപ്തി വിശ്വാസവും സമാധാനവും തോന്നുന്നത് ആ രൂപമാണ് ആ വ്യക്തിയുടെ ഇഷ്ടദൈവം. മനസ്സിൽ പതിയുന്ന ഇഷ്ടദൈവത്തെ പ്രാർത്ഥിക്കുക. മകരക്കൂറിലെ ഉത്രാടം, തിരുവോണം, അവിട്ടം. എത്ര കഷ്ടപ്പാടുണ്ടെങ്കിലും മാറിക്കിട്ടും. നിങ്ങൾ നേരത്തെ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചതാണ്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചവരാണ്. ഒത്തിരി അലഞ്ഞിട്ടുണ്ട്. ധനത്തിനാണെങ്കിലും മറ്റു പല മാനസിക പ്രശ്നങ്ങളായാലും നിങ്ങൾ ഒരുപാട് അലഞ്ഞിട്ടുണ്ട്. ആ അലച്ചിലൊക്കെ മാറിയിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് സൗഭാഗ്യമാണ്, നിങ്ങൾക്ക് നേട്ടമാണ്. ധാരാളം ധനം നിങ്ങൾക്ക് വന്നു ചേരും. ഒരു ജോലിക്കൊക്കെ ശ്രമിക്കുകയാണെങ്കിൽ ആ ജോലിയൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന സമയമാണ്. എല്ലാം കൊണ്ടും സർവൈശ്വര്യത്തിലേക്ക് നിങ്ങളെത്തും. സർവശക്തനായ ഈശ്വരൻ്റെ ഒരു കരങ്ങൾ നിങ്ങളുടെ മേൽ ഉണ്ട്. അത് നിങ്ങളെ പിടിച്ചുയർത്താനാണ്. ഒരാപത്ത് പറ്റിയാലും നിങ്ങളെ പിടിച്ചുയർത്തിക്കൊണ്ടുവരും. ആഗ്രഹിക്കുന്നത് എന്തും നിങ്ങൾ നേടിയെടുക്കും. ഇത് അച്ചട്ടായിരിക്കും. മകരക്കൂറിലെ ഉത്രാടം, തിരുവോണം, അവിട്ടം. മംഗല്യഭാഗ്യം വന്നു ചേരും. സത്സന്താന ഭാഗ്യം ഉണ്ടാകും. ഇവർക്ക് ഈശ്വരാനുഗ്രഹം ഏറെയാണ്. മാർച്ച് 29 കഴിയുമ്പോഴത്തേക്ക് ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വന്നു ചേരും. അങ്ങനെ മൊത്തത്തിൽ നോക്കിയാൽ ഈ നക്ഷത്ര ജാതകർക്ക് സൗഭാഗ്യ സമ്പന്നതയിലെത്തും. ഏതായാലും 5 ദിവസത്തിനുള്ളിൽ ഒരു അത്ഭുതം ഇവർക്ക് സംഭവിക്കുന്നുണ്ട്. ഈ പറഞ്ഞ നക്ഷത്ര ജാതകർക്കൊക്കെയും. അശ്വതിക്കാണെങ്കിലും ഭരണിക്കായാലും കാർത്തികയ്ക്കായാലും ഉത്രത്തിനാണെങ്കിലും അത്തത്തിനാണെങ്കിലും ചിത്രയ്ക്കും, മകരക്കൂറിലെ ഉത്രാടത്തിനാണെങ്കിലും തിരുവോണത്തിനാണെങ്കിലും അവിട്ടത്തിനാണെങ്കിലും ഒരു വലിയ ഭാഗ്യം, ഒരു വലിയ നേട്ടം ഇവർക്ക് വന്നു ചേരും. കൊതിച്ചതൊക്കെ സ്വന്തമാക്കാൻ കഴിയുന്നു. എല്ലാ രീതിയിലും നേട്ടമായിരിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നടക്കും. ഇവർ ഒരു കാര്യം ചെയ്യുക. വീടിൻ്റെ കന്നിമൂല ഭാഗത്ത് അല്പം എള്ളെടുത്ത് സകല ദുഃഖ ദുരിതവും മാറണമെന്ന് പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം ശിരസിൽ ഒഴിഞ്ഞ് നിങ്ങൾ ആ ഭാഗത്തേക്ക് നിങ്ങളുടെ പാദം മുതൽ ശിരസ് വരെ ഒഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നിൽക്കുന്ന എടുത്ത് ഇട്ടേക്കുക. ഇത് വെള്ളിയാഴ്ചയോ ചൊവ്വാഴ്ചയോ ചെയ്യുക. അതൊക്കെ സർവൈശ്വര്യമാണ്. ജീവിതത്തിലെ സകല പ്രതിസന്ധികളും അകന്ന് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കുമൊക്കെ നിങ്ങളെ കൊണ്ടെത്തിക്കും. നിങ്ങൾ ആഗ്രഹിച്ചതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. അത്രയധികം ഭാഗ്യത്തിലേക്കാണ് ഈ പറഞ്ഞ 3 രാശിക്കാരും എത്തുന്നത്. ഇവരുടെ ഏറ്റവും നല്ല ദിനങ്ങൾ തന്നെയായിരിക്കും ഇനി. ആരും ഒന്ന് അത്ഭുതപ്പെട്ടു പോകും. ആരും ഒന്ന് ചിന്തിച്ചു പോകും, ഇവർ തന്നെയാണോ അവരെന്ന്. അത്രയും വലിയ ഉയർച്ചയിലേക്കാണ് ഇവരെത്തുന്നത്. അതായത് നേട്ടങ്ങളുടെ ഒരു വലിയ സാമ്രാജ്യം തന്നെ ഇവർ കെട്ടിപ്പടുക്കും. അത്ഭുതപ്പെട്ടു പോവും. കൂടെ നിൽക്കുന്നവർക്കൊക്കെ അത്ഭുതം സംഭവിക്കും. ഇതെന്ത് പറ്റി, ഇവനിങ്ങനെ ഒന്നുമില്ലാതെ കിടന്നവനങ്ങ് വലിയ രീതിയിലാണ്. അത്ഭുതപ്പെട്ടോട്ടെ, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ ഇനി നിങ്ങൾ വളരെയേറെ ഈശ്വരവിശ്വാസത്തോടു കൂടി തന്നെ പോകണം. ഒരു വലിയ വലിയ നാളുകൾ, വലിയ ഉയർച്ചയുടെ നാളുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോവുകയാണ്. ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വന്നു ചേരും. ഈ 3 രാശിക്കാരും ക്ഷേത്രദർശനം നടത്തണം. ക്ഷേത്രത്തിൽ വഴിപാടുകൾ അർപ്പിക്കണം. ഈശ്വരവിശ്വാസത്തോടും ദാനധർമ്മങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തും മുന്നോട്ട് പോകുന്ന നിങ്ങൾക്ക് അത്ഭുതപ്പെടുത്തുന്ന, ആരെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള വലിയ നേട്ടങ്ങൾ നിങ്ങളെ തേടി വരും. നിങ്ങളൊന്നും അങ്ങോട്ട് തേടിപ്പോകണ്ട. എല്ലാം നിങ്ങളുടെ അടുത്ത് തന്നെ വരും. എന്നിട്ട് വലിയ രീതിയിൽ നിങ്ങൾ ജീവിക്കും. ആ കഷ്ടപ്പാടൊക്കെ ബുദ്ധിമുട്ടും ഒക്കെ മാറിക്കിട്ടും. നിങ്ങളുടെ ഉയർച്ച കണ്ട് അന്താളിച്ച് നിൽക്കും. ശത്രുക്കൾ പോലും അന്താളിച്ച് നിൽക്കുന്ന ഒരവസ്ഥ വന്നു ചേരും. തീർച്ചയായും ഇനിയുള്ള സമയം വളരെയേറെ നേട്ടത്തിൻ്റേതാണ്, ഭാഗ്യത്തിൻ്റേതാണ്, ഉയർച്ചയാണ്. നക്ഷത്രജാതകർ ക്ഷേത്ര ദർശനം നടത്തണം. ശിവക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക. ധാര പിൻവിളക്കൊക്കെ നടത്തി
പ്രാർത്ഥനയുമായി മുന്നോട്ട് പോവുക. നിങ്ങളെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വരുന്ന സമയമാണ്. ആശിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയുന്നതാണ്. അങ്ങനെ വലിയ രീതിയിൽ വലിയ ഉയർച്ചയിലേക്ക് നിങ്ങൾ എത്തട്ടെ. ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായിട്ട് നിങ്ങൾക്ക് വന്നു ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നല്ല നാളുകളുടെ ഒരു ആരംഭം ഈ 5 ദിനങ്ങൾ തന്നെയായിരിക്കും. അങ്ങനെ വലിയ നിലയിലെത്തും. ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനു പിറകെ വന്നു ചേരും. നന്ദി, നമസ്കാരം.